ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ക്യാബിനറ്റിന്റെ പ്രത്യേക ക്യാബിനറ്റ് യോഗം നടക്കുന്ന ദിവസമാണ്. ക്യാബിനറ്റ് യോഗം ഇവിടുത്തെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി എല്ലാവരോടും ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ധനസഹായം 4 ലക്ഷം എന്നുള്ള STRF-ൽ 2 ലക്ഷം കൂടി മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉൾപ്പെടുത്തി 6 ലക്ഷമായത്, കണ്ണും കൈകാലുകളും നഷ്ടപ്പെട്ടവർക്ക് STRF പറയുന്നതിനേക്കാൾ 50,000 75,000 അധികം കൊടുക്കുന്നതിന്, സ്ഥിരമായി ചികിത്സയ്ക്കുള്ളവർക്ക് വേണ്ട പണം കൊടുക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും ഇന്ന് എടുത്ത തീരുമാനം, ഇനി ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ കാലതാമസത്തിന് വൈകാതെ നമ്മൾ നേരത്തെ കോവിഡ് കാലത്ത് കൊടുത്തതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 19 പ്രകാരം പ്രത്യേകമായിട്ടുള്ള STMAയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നെക്സ്റ്റ് ഓഫ് കിൻ എന്ന നിലയിൽ ഏറ്റവും അടുത്ത ആശ്രിതർക്ക് ഇത് കിട്ടാവുന്ന വിധത്തിൽ കാലതാമസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന വിധത്തിലുള്ള പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, 6 പഞ്ചായത്തുകളിലും രാവിലെ മുതൽ തന്നെ റവന്യൂ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വീടുകൾ വീണ്ടും കാണാനും ധാരണയുണ്ടാക്കാനും അവിടെ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാനും വേണ്ടി തിരിച്ചിട്ടുണ്ട്. 6 പഞ്ചായത്തുകളിലെ എല്ലാ വില്ലേജുകളിലും ഓരോ വാഹനത്തിൽ പ്രത്യേക സംഘം രാവിലെ മുതൽ പരിശോധന നടത്തിവരികയാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ഇനി പുനരധിവസിപ്പിക്കാനുള്ള പോകേണ്ട വാഹനങ്ങൾ എത്ര, അതിൽ എത്ര എത്ര വീടുകൾ, അതിലെത്ര ഏതെല്ലാം ഉപകരണങ്ങൾ എന്നതിനെ സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള ഒരു ധാരണയുണ്ടാകും. ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ മേപ്പാടി, വൈത്തിരി, കൽപ്പറ്റ, മുപ്പേനാട്, മുട്ടിൽ, അമ്പലവയൽ ഈ 6 ചുറ്റുവട്ടത്ത് കിടക്കുന്ന 6 പഞ്ചായത്തുകളിൽ അതിന്റെ പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. അത് കുറച്ചുകൂടി വേഗത വർദ്ധിപ്പിക്കാൻ ഇട നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രവർത്തനമാണ് ഇന്ന് പ്രധാനം. തെരച്ചിൽ തുടരുന്നുണ്ട് ഡൌൺ സ്ട്രീമിൽ. സേനാംഗങ്ങളുമായി ഞങ്ങൾ നിലവിലുള്ള ഉപസമിതി അംഗങ്ങൾ ഒരാശയവിനിമയം ഇപ്പോഴും നടത്തിയിരുന്നു. റൈറ്റ് വേയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വേഗതയിൽ ലഭ്യമാകുന്നതിന് വേണ്ടി എല്ലാവരുടെയും അക്കൌണ്ട് നമ്പറുകൾ സംഘടിപ്പിച്ച് അക്കൌണ്ട് നമ്പറുകൾ വീണ്ടും വെരിഫൈ ചെയ്ത് ആ പ്രവർത്തനം വേഗതയിലാക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കളക്ടർ ഗൌതം അതിന്റെ പ്രത്യേക ചുമതല ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ താലൂക്കിൽ തന്നെ ഗൌതം IAS കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വപരമായിട്ടുണ്ട്. അന്തിമ ധാരണ എന്ന് നമുക്ക് പറയാനാവില്ല. ഇന്ന് ധാരണയിലെത്താം. ഒരു നല്ല നമ്പർ ഇന്ന് ധാരണയിലാക്കാം. വാടക വീടും സർക്കാർ ക്വാർട്ടേഴ്സുകളും. ഒരു കാര്യത്തിൽ കൂടി ഒരു ഉറപ്പുണ്ടായി. അത് നേരത്തെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദുരന്തബാധിതരായിട്ടുള്ള എല്ലാവർക്കും ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും സ്ഥായിയായി പുനരധിവാസത്തിന്റെ സാധ്യതയിൽ ഉൾപ്പെടും. ദുരന്തബാധിതർക്ക് വാടക വീടുകളിൽ എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ബന്ധുവീടുകളിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ ബന്ധുവീടുകളിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ഒരു ഇത്തിരി നാൾ കഴിഞ്ഞാൽ ബന്ധുവീടുകളിൽ ചെന്നുപെട്ടത് ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ ഔദാര്യത്തിൽ താമസിക്കുകയാണെന്ന് അവർക്ക് തോന്നാതിരിക്കാൻ വാടക വീടിന് സർക്കാർ നിശ്ചയിച്ച തുക അവർ താമസിക്കുന്ന ബന്ധുവീടുകളിലും അവരുടെ കയ്യിലും അതേൽപ്പിക്കും. മാത്രമല്ല, നമുക്ക് ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ ക്യാമ്പിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കേണ്ട അരി, പലവ്യഞ്ജനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള മറ്റൊരുക്കങ്ങൾ, വീട്ടിൽ ആവശ്യമായ സൌകര്യങ്ങൾ അതെല്ലാവരും ബന്ധുവീടുകളിലേക്കും അവരവരുടെ വീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും എല്ലാം പോകുന്നവർക്കും ലഭ്യമാണ്. അപ്പൊ അതുകൂടി കഴിച്ചാലേ എത്രയെന്ന് പറയാനാവുള്ളൂ. ഹാരിസം മലയാളത്തിലെ തൊഴിലാളികളെ അവരുടെ ഇടങ്ങളിൽ തന്നെ ക്വാർട്ടേഴ്സുകൾ തയ്യാറാക്കി അവർ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. 93 ക്വാർട്ടേഴ്സുകൾ അങ്ങനെ കണ്ടെത്താം എന്നാണ് അവരുടെ ധാരണ. 102 പേരുണ്ട്, ബാക്കിയുള്ളവരെ നമുക്ക് എടുക്കാം. 93 ക്വാർട്ടേഴ്സ് തന്നെ ആഗസ്റ്റ് മാസത്തിലെ 16-നുള്ളിൽ 37 തയ്യാറായി കഴിയും. ബാക്കിയുള്ളത് അതിനെ തുടർന്ന് തയ്യാറാകും. അപ്പൊ ആ വിധത്തിൽ ലഭ്യമാകുന്നവർക്ക് കൂടി ആ സൌകര്യങ്ങൾ കൂടി ഒരുക്കും. അപ്പൊ നമുക്ക് ക്യാമ്പ് കുറേശ്ശെ കുറയ്ക്കാൻ പറ്റും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 17 ക്യാമ്പിൽ നിന്ന് 12ലേക്ക് എത്തിയിട്ടുണ്ട്. ആളുകൾ പോകുന്നവർക്ക് നമുക്ക് സ്കൂളുകൾ വേഗത്തിൽ വർദ്ധിപ്പിക്കുക എന്നത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ വിധത്തിലേക്ക്. ഞാൻ പറഞ്ഞത് കണ്ടെത്തിയ വാടക വീടുകളുടെ എണ്ണമാണത്. അതിൽ ചില നെഗോഷിയേഷനുകൾ വേണ്ടി വരും. ചിലർക്ക് ആ ധാരണ ഉറപ്പിക്കുമ്പോൾ ചിലതെണ്ണം കൂടും, ചിലതെണ്ണം കുറയും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് ആ വിധത്തിലൊരു കണക്ക് നമുക്ക് തയ്യാറാക്കാം.
അല്ല, ഈ ആശങ്കയുള്ള ഏതു പ്രദേശമാണോ അവിടെ ജിയോളജിസ്റ്റ്, റസാഡനലിസ്റ്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്ര പഠനം നടത്തുന്ന സംഘം പോകും. അവരുടെ ഉറപ്പ് ആ കാര്യത്തിലുണ്ടാകും. അങ്ങനെ ഉറപ്പായി താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റെടുക്കേണ്ട സൊല്യൂഷൻ ക്യാബിനറ്റ് പൊതുവായി ഇതിന് നേതൃത്വം നൽകിയല്ലേ. അതുപോലെ പ്രവർത്തിക്കാൻ ഉപസമിതി കൂടെ ഉണ്ടല്ലോ. അത് ഞങ്ങൾ ടൈം തീരുമാനിച്ചു പോകുന്നുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ താൽക്കാലിക പുനരധിവാസം എന്ന പ്രക്രിയ തീർക്കാവുന്ന വിധത്തിലാണ്. ആഗസ്റ്റ് 30 തീരുമാനിച്ചു. അല്ലല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ പറഞ്ഞു, കൃത്യതയോടുകൂടി പറഞ്ഞു. 401 ഫലം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കിട്ടി. അതിൽ 194 ഇൻഡിവിജ്വൽ പാർട്സാണ്. അതിനു പുറമെ ബാക്കി വന്ന 155 ശരീരഭാഗങ്ങളിൽ നിന്ന് 54 പേരുടേതാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതടക്കം 248 പേരാണ് ഇപ്പോൾ റെക്കോർഡിൽ വന്നിട്ടുള്ളത്. 52 എണ്ണം ഡീകമ്പോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പരിശോധിച്ച് പൂർത്തീകരിക്കാനായിട്ടില്ല. രണ്ടാമത്തേത്, നമുക്കിപ്പോ 118 ആളുകളെയാണ് മിസ്സിംഗ് കേസുകളായി നമ്മൾ കണ്ടത്. അതിൽ 3 പേർ ബീഹാർ സ്വദേശികളാണ്. അവരുടെ രക്തബന്ധുക്കൾ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ 20-ാം തീയതി ആകും. അതൊഴിച്ചു ബാക്കി 115 മിസ്സിംഗ് കേസുകളുടെയും രക്തസാമ്പിളുകൾ ഇന്നലേക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി അത് കണ്ണൂരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ക്രോസ് മാച്ചിങ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 248 കൂട്ടത്തിൽ അതുകൂടി ക്രോസ് മാച്ച് ചെയ്യുമ്പോഴാണ് കാണാതായ 118 പേരിൽ എത്ര പേർ ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാനാവുക.